ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൗണ്ട് ഓക്കെ അല്ലേ? പെട്ടെന്ന് എന്തോ പിന്നെ കമ്പ്യൂട്ടറിനെ പറ്റങ്ങ് ഓഫായി റീസ്റ്റാർട്ട് ആകുക ചെയ്തത്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇതുപോലെ കഴിഞ്ഞ 27 രാവിലാണ് 23 രാവിലാണെന്നാണ് എന്റെ ഓർമ്മ ഇതുപോലെ സംഭവിച്ചത്. എന്നാലും ഇപ്പൊ അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. സൗണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? സൗണ്ട് സൗണ്ട് കുറച്ച് കുറവുണ്ടോന്ന് അറിയില്ല. അത് നിങ്ങൾ പിന്നെ എന്റെ സിസ്റ്റത്തിൽ പരിപൂർണമാണ്. ഞാനിത് പ്രത്യേകം നോക്കിച്ചു. അപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഓക്കെയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ അൽഹംദുലില്ലാഹ് വിശുദ്ധമായ റമദാനുൽ ഷരീഫിന്റെ ദിനരാത്രങ്ങൾ ശരി കുറവാണല്ലേ? ഇനിയിപ്പോ എന്താ കാട്ടാന്ന് എനിക്ക് അറിയില്ല. ഞാൻ പരമാവധി നോക്കുന്നുണ്ട്. പറയണത് എന്താ അതൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പരമാവധി ഇല്ലേ? ഓലെ പരമാവധി കൂട്ടിയാണേ, പരമാവധി കൂട്ടിയില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ ഇപ്പൊ ഇതിന്റെ ഓപ്പറേറ്റർ ഒന്നല്ല. നമ്മൾ വെറും 7ാം ക്ലാസ് ആണ്. അതുകൊണ്ടിട്ട് നമുക്ക് അത്ര തന്നെ അങ്ങോട്ട് അറിയൂല. ഹലോ കേൾക്കണില്ലേ? മൈക്രോഫോൺ ഇതൊക്കെ ഓക്കെ ആണല്ലോ. മൈക്രോഫോൺ ഓക്കെ. ഹലോ കാലപ്പം അങ്ങനെ നിക്ക നമ്മള് ചിന്നേകാല റൈസ് ആൻഡ് ചെയ്ത് എന്തിനാന്ന് ഓക്കെ അൽഹംദുലില്ലാഹ് അത്ര മതി. അങ്ങനെ തന്നെ പോവാ തൽക്കാലം. പിന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഹലോ ഇപ്പൊ കേൾക്കണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഉണ്ടല്ലേ? ഇപ്പൊ ശബ്ദം ഉണ്ടോ? ഹലോ ഇപ്പൊ ശബ്ദം ഓക്കെ ആണോ? ഇപ്പൊ കുറവാണോ? ഉണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. തിബ്ബുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സകളെ സംബന്ധിച്ച് പറയണമെന്നാണ് ഇവിടെ പലരും പറഞ്ഞത്. എങ്ങനെ എവിടെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. ലോകത്ത് ചികിത്സകൾ എന്ന് പറയുന്നത് വിവിധ ചികിത്സകളുണ്ട്. മനുഷ്യാരംഭം മുതൽ ചികിത്സകൾ ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു വിഷയമാണ്. പല സ്ഥലങ്ങളിലും ഹിദായത്തിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ ആരോഗ്യവും ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഹ്ദിനി വആഫിനി, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത. പടച്ചവനെ സന്മാർഗത്തിലാക്കണം, ആരോഗ്യവും തരണം. ആഫിയത്ത്, ആരോഗ്യം, അത് വല്ലാത്തൊരു വിഷയമാണ്. റേഡിയോക്കാരൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താണ് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് റിയാദ് എന്നൊക്കെ കുട്ടികള്. അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ പിന്നെ അപ്പോ ആഫിയത്തോളം തന്നെ പ്രാധാന്യമുള്ള ഹിദായത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് തിബ്ബ് എന്ന് പറയുന്നത്, ചികിത്സകൾ. മനുഷ്യന് രോഗം വരുമ്പോഴാണ് ചികിത്സക്ക് ആവശ്യമുള്ളത്. രോഗമില്ലാത്ത അവസരത്തിൽ ഡോക്ടർമാർ വെറുതെയാകും. 2 തരത്തിലുള്ള രോഗങ്ങളാണ് മനുഷ്യനെ പിടികൂടുക. ഒന്ന് ആത്മീയമായ രോഗം, ഒന്ന് ഭൗതികമായ രോഗം. ആത്മീയ രോഗത്തിനെ ചികിത്സിക്കുന്ന ആളുകൾ ഏതു സമയത്തും ആവശ്യമാണ്. എന്നാൽ ഭൗതികമായി ചികിത്സിക്കുന്ന ആളുകൾ രോഗങ്ങളില്ലെങ്കിൽ അവർ ആവശ്യമില്ല. ഒന്ന് തസ്ഫിയത്ത്, മറ്റൊന്ന് തസ്കിയത്ത്. മനുഷ്യന്റെ വേദനകളെ പരിഗണിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സമൂഹത്തിൽ സ്ഥാനമുണ്ടായിട്ടുണ്ട്.
വേദനകൾ പരിഗണിച്ചുകൊണ്ട് അവരോട് വേദങ്ങൾ പറഞ്ഞാൽ അത് വല്ലാതെ ഉപകാരപ്പെടും. വേദനകൾ പരിഗണിച്ചുകൊണ്ട് വേദങ്ങൾ പറയുക, അപ്പോൾ അത് വല്ലാത്ത ഉപകാരം ജനങ്ങളിൽ വല്ലാതെ ഇഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള മുർസലീങ്ങൾക്കൊക്കെ തന്നെയും വൈദ്യം അറിയായിരുന്നു. അവർക്കെല്ലാം അറിയാമായിരുന്നു. വൈദ്യം അവർക്ക് പ്രത്യേകം അറിയാമായിരുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഏതൊരു കാര്യത്തിലും എന്നതുപോലെ തികഞ്ഞ വിജ്ഞാനമുണ്ടായിരുന്നു വൈദ്യത്തിൽ എന്നാണ് അവിടുത്തെ ചര്യകൾ പഠിക്കുമ്പോൾ, അവിടുത്തെ ഹിസ്റ്ററി നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നല്ല, പല തെറ്റുകളെയും തിരുത്തി മുന്നേറിയ ഈ രംഗത്ത് പലരും ഉണ്ടായിരുന്ന, പലരും ധരിച്ചിരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ധാരണ പിശകുകൾ തിരുത്തിയത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടി പറയട്ടെ. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അലാ, ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. അലാ, പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇവിടെ ക്ലാസ് റൂമിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇവിടെ ഇന്ന ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് തീർച്ചയായും എന്ന് പറയേണ്ട ഒരവസരം സാഹിത്യത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുഖ്തസറുൽ മആനി പോലത്തെ പല ഗ്രന്ഥങ്ങളിലും കാണാം. ഇൻകാറുണ്ടാകുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വിഷയം സ്ഥിരപ്പെടുത്താൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാകുമ്പോഴൊക്കെയാണ് ഇന്ന പറയേണ്ടത്. എവിടെങ്കിലും കൊണ്ടോ ഇന്ന പറയാൻ പാടില്ല. ഇന്ന പറയണമെങ്കിൽ ഒരു കാരണം വേണം. സാഹിത്യ സമ്പുഷ്ടമായി സംസാരിക്കുന്നവർ ഇന്ന ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു കാരണം വേണം. എന്തിനാണ് ഇവിടെ ഇന്ന എന്ന് പറഞ്ഞത്? എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കും വെറുതെ ആകാൻ പാടില്ലല്ലോ. ഒരു വാക്കും വെറുതെ ആകാൻ പാടില്ല. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. മാ യൻതിഖു അനിൽ ഹവാ, ഒന്നും ശ്രേഷ്ഠപ്രകാരം സംസാരിക്കുന്നില്ല. പിന്നെയോ മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, എല്ലാം വഹ്യ് അടിസ്ഥാനത്തിലാണ്. അപ്പൊ വെറുതെ ഒരു വാക്കും പറയാൻ പാടില്ല. അന അഫ്സഹു മിമ്മൻ നതഖ ബിദ്ദാദ് ഒക്കെ മാക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദ്വാദ് പറയുന്ന ആളുകളിലെ ഏറ്റവും സാഹിത്യകാരനാണ് ഞാൻ. അപ്പോ എന്താവണം? പറയുന്ന വാക്കിന് ഫലമുണ്ടാവണം. അത് ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഇന്ന എന്തിനുപയോഗിച്ചു? എന്നിട്ട് അതവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വാക്കിന്റെയും ഗൗരവം മനസ്സിലാവുക. ഇന്ന തീർച്ചയായും നിങ്ങൾ വിചാരിക്കും പോലെയല്ല കാര്യം. ഫിൽ ജസദി മുദ്ഗ, ഫിൽ ജസദി ഫിസിയോളജിക്കലാണ്, ശാരീരിക പഠനങ്ങളിൽ വരേണ്ടതാണ്. ഫിൽ ജസദി അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റാണ് അവിടെ. അലാറിയണേ, ഇന്ന ഫിൽ ജസദി, നിങ്ങളുടെ ധാരണകൾ തിരുത്തേണ്ടതാണ്. നിങ്ങളുടെ ധാരണകൾ ശരിയല്ല, അത് തിരുത്തേണ്ടതാണ്. ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിലാണ് അതുള്ളത്. ഫിൽ ജസദി, ശരീരത്തിലാണ് അതുള്ളത്. മുദ്ഗതൻ, ഒരു മാംസപിണ്ഡം. ഇദാ സ്വലഹത്, അത് നന്നായാൽ, ആ ശരീരപിണ്ഡത്തിന്റെ എല്ലാ വശങ്ങളും നന്നായാൽ, അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയാൽ, അത് ചെയ്യുന്ന വർക്കുകളെല്ലാം ക്ലിയർ ആയാൽ, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ശരീരം മുഴുവനും ക്ലിയറായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അതെങ്ങാനും നാശമായാൽ അത് മുഴുവനും നാശമായി. അത് ഏതാണ്? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഇവിടെ നമ്മൾ ആലോചിക്കണം. ഇവിടെ നല്ലവണ്ണം ശ്രദ്ധിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് 1400 1500 വർഷം മുമ്പ്, 1400 വർഷം മുമ്പ്. അതിന്റെ മുമ്പും ഇവിടെ വൈദ്യങ്ങളുണ്ട്. ആര്യന്റെ വേദം വന്നുണ്ട്, യുനാനി മെഡിസിൻ എന്നുണ്ട്, ഗ്രീക്ക് വേദമാ, ഗ്രീക്ക് വൈദ്യമാണത്. എങ്കിൽ അവിടെയൊന്നും കൽബിനെ സംബന്ധിച്ചുള്ള ചർച്ചയില്ല, ഹൃദയത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയില്ല. അവിടെയുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് അവിടെ ചർച്ചയിൽ അവിടെ കരളിനെ സംബന്ധിച്ചേ ചർച്ചയുള്ളൂ. ആയുർവേദത്തിൽ പറയുന്നുണ്ട് ദേവന്മാരുടെ കയ്യിൽ നിന്ന് അഗ്നി മോഷ്ടിച്ചു കൊണ്ടുവന്ന പ്രൊമറ്റ്യൂസിന് ദേവന്മാർ നൽകിയ ശിക്ഷ അവന്റെ കരൾ കൊത്തിപ്പറിക്കാനാണ്. കരൾ കൊത്തിപ്പറിച്ചാൽ അവൻ നശിക്കുമെന്നാണ്. കരൾ കൊത്തിപ്പറിച്ചുകൊണ്ട് അവൻ നശിക്കുമെന്നാണെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരളെന്ന് പറയുന്നത് അല്പം നശിച്ചാലും പിന്നീട് വളർന്നു വരുന്നതാണ്. ഇന്ന് ലിവറിനെ, കരളിനെ മുറിച്ചു മാറ്റി മറ്റുള്ളവർക്ക് പകുത്തു കൊടുത്ത് അത് തുന്നിപ്പിടിപ്പിച്ച് മറ്റുള്ളവന്റെ കരൾ വളർത്തിക്കൊണ്ടുവരുന്ന സംവിധാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അതിന് സൂചനയുണ്ട്. തിബ്ബിയായി വിശദീകരിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതൊക്കെ തന്നെ ഹിദായത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതൊന്നും ഒരിക്കലും തിബ്ബിയായി മാത്രം നിങ്ങൾ കാണരുത്, ഇത് തിബ്ബിയായ വിശദീകരണമാണ്. അപ്പോ കരളാണ് ജീവന്റെ അടിസ്ഥാനം എന്നായിരുന്നു അന്നുണ്ടായിരുന്ന ധാരണ. അതാണ് അവിടെ തിരുത്തിയത്. അലാറിയണേ, ശ്രദ്ധിക്കണേ, നിങ്ങൾ കേട്ടതുപോലെ ഒന്നുമല്ല കാര്യം. തീർച്ചയായും ആ ധാരണ തിരുത്തണം. ഫിൽ ജസദി, ശാരീരിക പഠനത്തിൽ വരേണ്ടതാണ്. ശരീരം കീറി മുറിച്ച് പഠിക്കുമ്പോൾ വരേണ്ട വിഷയമാണ്. ശരീരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹൃദയം. ഇത് ലോകത്തോടാദ്യമായി വിളിച്ചു പറഞ്ഞത് സയ്യിദുനാ വ ഹബീബുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ ഡി സി ആണോ? അല്ല അല്ലേ? അനങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുകയാണ് ചെയ്തത്. ഒരു ധാരണ തിരുത്തി. ജസദിൽ ഉള്ള, ശരീരത്തിലുള്ളൊരു വിഷയമാണ്. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതാണ് ഇന്ന് ആദ്യം ചെന്നാൽ സ്റ്റെതസ്കോപ്പ് എന്നുള്ള സ്റ്റെത്ത് എന്ന ഓമന പേരുള്ള സ്റ്റെതസ്കോപ്പ് എടുത്തുകൊണ്ട് ആദ്യം ഹാർട്ടിന്റെ ബീറ്റാണ് ആദ്യം നോക്കുന്നത്. ഹാർട്ട് ക്ലിയർ ആണോ, ഹാർട്ടിന്റെ ബീറ്റ് എങ്ങനെയുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതിന്റെ ശാസ്ത്രീയ ഇന്നത്തെ ആധുനിക രൂപമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് നെഞ്ഞുവേദന പറഞ്ഞപ്പോ അടുത്ത് വിളിച്ചു വരുത്തിക്കൊണ്ട് തന്റെ ചൂണ്ട് വിരൽ വെച്ചുകൊണ്ട് നെഞ്ചിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് നോക്കുകയും ഹാർട്ട് ബീറ്റ് റീഡ് ചെയ്യുകയും അതിനുശേഷം മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ഹദീസ് അബൂദാവൂദിൽ കാണാൻ കഴിയും. അന്നത്തെ അതെ എന്റെ മോഡേൺ അറബിക് വാക്ക് സമാ തിബ്ബിയ അല്ലേ? ആയിക്കോട്ടെ. അതെന്താണ്? അത് യഥാർത്ഥത്തിൽ അത് ഒരു ശാസ്ത്രീയ ഉപകരണ. പലരും മനസ്സിലാക്കുന്നത് ഈ കോയിൽ വെക്കണതാണ് ചികിത്സ എന്ന് അല്ലേ? ഒരു എക്സ്റേ എടുക്കുക, അത് എക്സ്റേ എടുത്താൽ സുഖമാവെന്ന് പറഞ്ഞില്ല പണ്ടൊരാൾ എന്നമാതിരി. അതുകൊണ്ടായില്ല, ഇതൊരു ഉപകരണം മാത്രമാണ്. അത് അലോപ്പതി ചികിത്സയുമായി ബന്ധമല്ല. അത് ആ ഉപകരണത്തിനെ അലോപ്പതി ചികിത്സക്കാർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇഞ്ചക്ഷൻ അലോപ്പതിയൊന്നുമല്ല. പക്ഷേ അത് ശരീരത്തിലേക്ക് മരുന്ന് കടത്തിവിടാനുള്ള, പെട്ടെന്ന് മരുന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ആധുനിക സംവിധാനമാണത്. അത് ഉപയോഗപ്പെടുത്തിയവർ അവരാണെന്ന് മാത്രം. അയാൾ അലോപ്പതി ഡോക്ടറാണ്, ഇഞ്ചക്ഷനൊക്കെ വെക്കുന്നുണ്ട് ചില ആൾക്കാർ. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്കും കിടക്കുന്നില്ല. അപ്പൊ എനിക്കതിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല, ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകൾ ആണ് ചികിത്സയുടെ പൂർണ്ണ രൂപം ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കൾ അധികമാരും വലിയ രോഗികളായിരുന്നില്ല. ഈജിപ്തിലെ മുഖൗഖിസ് രാജാവ് സമർപ്പിച്ച ഡോക്ടർ തിരിച്ചുപോയ സംഭവം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. 2 മാസം തുറന്നിരുന്നിട്ട് പിന്നെ മുപ്പര് പറഞ്ഞു, ഇന്നവിടെ ആവശ്യമില്ല, കാരണം ആരും രോഗികളില്ലല്ലോ,
ഇന്ന് നമ്മളാണെങ്കിലോ രോഗത്തിൽ കടന്നുഴലുകയാണ്. എന്താ കാരണം? മറ്റൊന്നല്ല, ജീവിതം തന്നെ. കുലു അഷ്റബു വലാ തുസ്രിഫു എന്നല്ല പറഞ്ഞേ. അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ആരോഗ്യം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇവിടെ വ്യക്തമായി വരച്ച് കാണിച്ചു തന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്താർക്കും എന്ത് ചെയ്തിട്ടില്ല? അതിലേക്ക് സാധിച്ചിട്ടില്ല. ഒരാൾക്കും അതിന് സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആരോഗ്യം ഇവിടെ പ്രഖ്യാപിക്കുകയും അതെല്ലാവർക്കും സമർപ്പിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഞാൻ പറഞ്ഞു അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അതൊരു ഉദാഹരണമാണ്. ഇങ്ങനെ ധാരാളം തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. കരളിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഹദീസ് എടുത്ത് മഹാന്മാർ പറയുന്നുണ്ട്, ഫാത്തിമത്തു മിൻ കബദി, എന്റെ കരളിന്റെ ഒരു കഷ്ണാണ്. ഒരു കഷ്ണം കൊണ്ടൊരു മുഴുവത്തിന്റെ ഉപകാരം ലഭ്യമാകുന്ന അവയവമാണ് കരള് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ കരള് മാറ്റ ശസ്ത്രക്രിയ, നല്ല പിന്നെ ലിവർ എടുത്ത് കട്ട് ചെയ്തിട്ട് മറ്റുള്ളവരെ കൊടുത്തിട്ട് ആ ശസ്ത്രക്രിയ വിജയകരമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോകത്തിന് ഏത് വിഷയത്തിനും മരുന്ന് നിർദ്ദേശിച്ചിട്ടുള്ള സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അത് തിബ്ബിയായി ശരിക്ക് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സകൾ പരിപൂർണമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരാളുടെ രോഗം എന്താണ് എന്ന് മനസ്സിലാക്കണം. രോഗം 2-3 വിധത്തിലുണ്ട്. ഒന്ന്, പദവി ഉയർത്താൻ വേണ്ടിയുള്ള രോഗം വരും. അല്ലാഹു തആല ഒരാളുടെ പദവി ഉയർത്താൻ വേണ്ടി രോഗം കൊടുക്കും. ആ രോഗം അത് ചികിത്സിച്ചാൽ മാറൂല. വലിയ വലിയ സൂഫിയാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലത്തെ മഹാന്മാർക്കൊക്കെ ഉണ്ടാകുന്ന രോഗം അതാണ്. ചികിത്സിച്ചാൽ മാറൂല. കാരണം അത് മാറാൻ പാടില്ല. കാരണം അത് ഒരു മനുഷ്യന് ഇബാദത്തായാലും അല്ലാത്തതായാലും മനുഷ്യ കഴിവിനൊരു പരിധിയുണ്ട്. ആ കഴിവിന്റെ അപ്പുറത്തേക്ക് അവൻ ഉയരണമെങ്കിൽ അവൻ അല്ലാഹു തആല നൽകുന്ന പല കാരണങ്ങളുണ്ട്. ഇത് നൽകി ആ ക്ഷമക്ക് കനത്ത പ്രതിഫലം നൽകും. അതാണ് രോഗം എന്നുള്ളത് അനുഗ്രഹമായി മാറും. അതിന് അവന്റെ പദവി ഉയർത്താൻ വേണ്ടിയുള്ള രോഗമുണ്ടാകും. അതേപോലെ തന്നെ ഒരു ഒരു പരീക്ഷണം എന്നുള്ള രൂപത്തിലുണ്ടാകും. പരീക്ഷണം എന്നുള്ള ഒരു മുന്നറിയിപ്പ്, അതാണ് മുഅ്മിൻ. പിന്നെ രോഗം മുഅ്മിനിന് അനുഗ്രഹമാണ് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആ ഒരു രോഗം വരുമ്പോൾ അവന് മനസ്സിലാകും, എന്തോ എന്റെ അടുത്ത് പിഴവ് പറ്റിയിട്ടുണ്ട്, ഞാൻ തിരുത്തണം. അങ്ങനെ സൂചനകൾ ലഭ്യമാകുന്ന. അപ്പൊ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം. പിന്നെ ഹാർട്ട് അറ്റാക്ക്, പെട്ടെന്ന് അറ്റാക്ക് വരിക നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന്റെ മുമ്പ് എത്രയോ സൂചനകൾ കഴിഞ്ഞിട്ടുണ്ടാകും. അത് നമ്മൾ മൈൻഡ് ചെയ്യൂല. ഒരു ഉദാഹരണത്തിന് പറയാം. പിന്നെ ഹാർട്ട് അറ്റാക്കിന്റെ സെയിം എല്ലാ കാരണങ്ങളും എല്ലാ സ്വഭാവങ്ങളും സിംറ്റംസും ഒരേപോലെ വരുന്ന ഒരു രോഗം, അബ്ഡോമിനൽ അഞ്ചൈന എന്ന് പറയുന്ന ഒരു രോഗം, ഒരു വേദന ഉണ്ട്. അത് ശരിക്കും അറ്റാക്ക് പോലെ തന്നെയാണ്. ആള് കടന്നിങ്ങനെ പടയും, എല്ലാ രോഗം ഉണ്ടാവും. പക്ഷെ അത് ഗ്യാസ് മൂലം വരുന്നതാണ്. അത് വെള്ളുള്ളി എന്നൊക്കെ പറയാൻ കൊതിച്ചിട്ട് കണ്ട് വെള്ളം കൊടുത്ത് അടക്കണമെന്ന് പറയും. പക്ഷെ അബ്ഡോമിനൽ അഞ്ചൈനേറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ വേഗം അത് കയറ്റിയിടും. എവിടെ? അത് അബ്ഡോമിനൽ അഞ്ചൈനല്ലേ, വേഗം ഐസിയുക്കാനിടും. എന്ത്? അവിടെ കടന്നോട്ടെ. പക്ഷെ ഇത് ആർക്കുള്ള മുന്നറിയിപ്പാണ്? കുട്ടി അത് ഈ ആൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. നീ ശ്രദ്ധിക്കണം, നീ ശ്രദ്ധിക്കണ ടൈമായിട്ടുണ്ട്, ഇനി അടുത്തത് ഇന്നതാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യും? അത് ഗ്യാസാന്നാ പറഞ്ഞത്, അതോടുകൂടി നെവർ മൈൻഡ്. അത് ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അത് ഗ്യാസാണ്. അതുകൊണ്ട് പഴയമാര് പിന്നെ അടിച്ചു കയറ്റാൻ തുടങ്ങും. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാഹു തആല നമുക്ക് സൂചന നൽകി, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയില്ല. അബ്ഡോമിനൽ അഞ്ചൈന കറക്റ്റ് അറ്റാക്ക് പോലെ ആയിരിക്കും, എല്ലാ സ്വഭാവവും ഒന്നും മാറ്റല്ല. പക്ഷേ ശരിയായ പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള സൂചനയാണ്. അവിടെ നമ്മളത് ഒരു ഗ്യാസാണ്, ആരൊക്കെ
തള്ളും. എന്ത് ഭയങ്കര വേദന ഒന്നും ഞാൻ വിചാരിച്ചു ഇപ്പൊ മരിക്കുന്നു. പക്ഷെ ഡോക്ടറെ എടുത്തപ്പോ ഡോക്ടർ ഗ്യാസാണ്. അപ്പോ അതോടുകൂടി നമുക്ക് നെവർ മൈൻഡായി. പക്ഷെ ഇത് അല്ലാഹു തആല തരുന്നൊരു സൂചനയാണ്. നീ അകത്തോട്ടേക്ക് അയക്കുന്ന സാധനങ്ങളൊന്ന് നിയന്ത്രിക്കാനുള്ള ടൈം നിനക്കായിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാ, ഏറ്റവും വലിയ സൂചനയാണത്. നീ ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കണം എന്നുള്ളതിനുള്ള തെളിവാണത്. പക്ഷേ നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞു തള്ളും. അതോടുകൂടെ പിന്നെയും ഓവർലോഡ് ചെല്ലുമ്പോ വീണ്ടും അത് വരും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളെ അതേപോലെ തന്നെ പ്രമേഹം, എല്ലാവർക്കും ഷുഗർ ഉണ്ട്. എന്താ ഷുഗറിന്റെ കാരണം? എല്ലാവരും പഞ്ചാര കൂടിയിട്ടെന്നാ പറഞ്ഞത്. ഞാൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട്, ഇന്നത്തെ ആൾക്കാരെന്ത് ചെയ്യും? പഞ്ചാരന്റെ ഒഴിവാക്കും. എന്നിട്ടോ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അടിച്ചുവിടുക. ഇൻഷാ അല്ലാഹ് ഏതായാലും ഷുഗറിനെ സംബന്ധിച്ച് നാളെ ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഷുഗറിനെ സംബന്ധിച്ച് വ്യക്തമായൊരു എനിക്കറിയാവുന്ന കേട്ടോ, വലിയ ഡോക്ടർമാരൊക്കെ ഇതിലുണ്ടാവും. ഞാൻ എനിക്കറിയുന്നതിന്റെ കാര്യങ്ങൾ പറയണം. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രൂപത്തിൽ നാളെ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് ഒരു മണിക്ക് ശേഷം, അതായത് 1 മണിക്ക് ശേഷമേ നടക്കൂ. അതായത് നാളെ ശനിയാഴ്ച അല്ലേ, നോ പ്രോബ്ലം. അപ്പോ ഇൻഷാ അല്ലാഹ് നാളെ അതിനെ സംബന്ധിച്ച് ചെറുതായിട്ടൊരു ക്ലാസ്, ഷുഗറിനെ സംബന്ധിച്ച് എന്താണ് തിബ്ബുൻ നബവിയുടെ കാഴ്ചപ്പാട് എന്നുള്ളത്, അതിന് എങ്ങനെയാണ് അവിടുന്ന് വന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇന്ന് ഞാനത് പറയുന്നില്ല. നാളെ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കതിനെപ്പറ്റി സംസാരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വെറും പഞ്ചാരൻ ഒഴിവാക്കും. ഞാൻ ഡബിൾ ഭദ്രത്തിന്റെ ആളാ. പണ്ട് CH മുഹമ്മദ് കോയ സായി പറഞ്ഞില്ലേ, ഷുഗർ കുറച്ചനെ വീണ്ടും പോയോ? ഇല്ല, പെട്ടെന്നാണ് ആങ്ങായി പോകുക, അതുകൊണ്ട് തോന്നിയതാ. മുഹമ്മദ് കോയ സായി CH പറഞ്ഞു, ഷുഗർ ഉണ്ടോ ചോദിച്ചപ്പോ ഞാൻ ലഡു പഞ്ചാരയിൽ മുക്കിയിട്ടാ എന്ന് പറഞ്ഞില്ലേ, എന്ന പോലെ ഒരു ഡബിൾ മധുരത്തിലാണ് ഞാനൊക്കെ ചായ കുടിക്കാറ്. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ പഞ്ചസാര എങ്ങനെ വരുന്നു എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല. ചായയിലുള്ള പഞ്ചസാര ഒഴിവാക്കും. ചായയിലുള്ള ബാക്കിയുള്ളടത്ത് വരുന്നത് ആർക്കൊരു പ്രശ്നമല്ല. എന്നിട്ട് അങ്ങനെ ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നാളെ നമുക്കൊന്ന് സംസാരിക്കാം. രാത്രി 1 മണിക്കാക്കാം അല്ലെ അൽവാഫി? രാത്രി 1 മണിക്കാക്കാം, അതാ നല്ലത്. കൂടുതലാരും കേൾക്കും വേണ്ട. കാരണം രാത്രി 11 മണിക്ക് നമ്മൾ തറാവീഹ് തുടങ്ങും. അതായത് സൗദി ടൈം 10 മണി, UAE 11 തന്നെ. 11 മണിക്ക് തുടങ്ങിയാൽ ഞങ്ങളൊരു 12-12:30 വരെയൊക്കെ തറാവീഹുമ്പോ പോകും. പിന്നെന്ത് ചെയ്യും? അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് 1 മണിയാവുകയും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നാളെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ധാരണ പിശകുകളുണ്ട്. യഥാർത്ഥത്തിൽ രോഗികൾക്ക് വേണ്ടത് കുറെ കുറെ ചികിത്സ, കുറെ മരുന്നുകളല്ല, അവർക്ക് കുറെ ബോധങ്ങളാണ് വേണ്ടത്. എന്തല്ല എന്നുള്ളൊരു ബോധം, അതിലൂടെ വിജ്ഞാനം നൽകുക. അങ്ങനെയാണ് മനുഷ്യന്റെ ആരോഗ്യം. പക്ഷെ ഇന്നത് ഉണ്ടാവൂല. കാരണം എന്താണെന്ന് വെച്ചാൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഡോക്ടർമാർക്കൊക്കെ ഇത് വേണ്ടേ? അവരൊക്കെ നിങ്ങളീ പറഞ്ഞമാതിരി 10-100 റുപ്യ എടുത്തിട്ടല്ലോ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഓതാൻ പോയിട്ട് 10 ദിവസം ഇങ്ങോട്ടിട്ടാന്നല്ലാതെ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞമ്മക്ക് പ്രശ്നം ഉണ്ടാവില്ല. മറ്റേത് അങ്ങനല്ല, 25-30 ലക്ഷം റുപ്യ എടുത്തിട്ട് സീറ്റ് വാങ്ങി 10-25 ലക്ഷം റുപ്യ ഫീസും കൊടുത്ത് 1 കോടിന്റെ എന്നിട്ടൊക്കെ പുറത്തിറങ്ങിയിട്ട് വെറും 10 റുപ്യക്ക് ചികിത്സിക്കുന്ന രോഗികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സാ രീതികൾ വളരെ ഫലവത്വമാണ്. എന്നാൽ അവിടുന്ന് പറയാത്ത മരുന്ന്, അവിടുന്ന് നിർദ്ദേശിക്കാത്ത വിഷയങ്ങളില്ല, അവിടുന്ന് പറയാത്ത ഒന്നും വിട്ടുപോയിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാഹ്. നാളെ ഈ സമയം രാത്രി 10 മണിക്ക് പരിപാടി ഉണ്ട്. അപ്പൊ അത് കഴിയോ അൽവാഫി? അൽഹംദുലില്ലാഹ്. അത് കഴിയോ? 1 മണിയാകുമ്പോഴത്തേക്ക് കഴിയോ? ഇൻഷാ അല്ലാഹ് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നീങ്ങ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ഉടനെ ആവാം. അതാ നല്ലത്. കഴിഞ്ഞ ഉടനെ ആവാം ഇൻഷാ അല്ലാഹ്, നോ പ്രോബ്ലം. അതാ നല്ലത്. ഏതായാലും അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സാ രീതികൾ ഒന്നും വളരെ വലുതാണ്, എന്നും അത് പ്രായോഗികവുമാണ്. അത് ഇവിടെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ
മുസ്ലിമീങ്ങൾ പലപ്പോഴും മടിയന്മാരായി മാറി. അവർ ആവശ്യവും അനാവശ്യവുമായ വിവാദങ്ങളിൽ പെട്ടുകൊണ്ട് ഈ രംഗം വിട്ടേച്ചുപോയി. അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് കൈമോശം വന്നു പോയ വലിയൊരു വിജ്ഞാന ശാഖയാണ്. അല്ല എങ്കിൽ നമ്മൾ ഇന്ന് പഴയ ആളുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ആളുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ആളുകളാകുന്നില്ല എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലർക്കും പലവിധ ഉണ്ടാകുമ്പോഴും ഇസ്ലാമിന് തനതായ ഒരു ഫാർമക്കോളജി ഉണ്ട്. ഇതിന്റെ എല്ലാമുണ്ട്. ഒരു 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 മെഡിസിൻ സിസ്റ്റത്തിന് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം ഉള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിഷയമാണ് തിബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അത് കാലത്തിനനുസരിച്ച് വികസിപ്പിച്ചു കൊണ്ടുവരാൻ എത്ര ആളുകൾ അതിന് പരിശ്രമിക്കുന്നു എന്നുള്ളത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ വലിയ മഹാനായിരുന്നു. അദ്ദേഹം 1-ാം നമ്പർ തിബുൻ നബവി ചികിത്സകനായിരുന്നു. മാത്രമല്ല ബഹുമാനപ്പെട്ട ഉമർ ഖാദി വെളിയങ്കോട് ഉമർ ഖാദി അല്ലേ, ബഹുമാനപ്പെട്ട വലിയ ചികിത്സകനായിരുന്നു. പക്ഷെ പലരും പറയാറുണ്ട് ആര്യവൈദ്യമാണ്. ആര്യന്റെ വേദം എന്നല്ല അവർ ചെയ്യുക. ആര്യന്റെ വേദം നിങ്ങൾ പറഞ്ഞിട്ട് ആര്യന്റെ വേദം ചെയ്യാൻ അവരാര്യന്റെ വേദമല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദമാണ്. കാരണം ആര്യന്റെ വേദത്തിലെ പല മരുന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മദ്യം വെച്ചുകൊണ്ട് ചികിത്സിക്കാൻ കഴിയില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോ യഥാർത്ഥത്തിൽ തിബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സ വ്യക്തമായി ചെയ്തവരാണ്. പാണക്കാട് കുടുംബത്തിലെ തലമുറ കൈമാറി വന്ന ചികിത്സകൾ എല്ലാം എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. തലമുറ കൈമാറി വന്ന ചില ചികിത്സകളുണ്ട്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായ ഉടനെ സത്യധാരയില് ഒരു ലേഖനം വന്നിരുന്നു. ആ ലേഖനത്തിൽ അവർ പറയുന്നുണ്ട് ആയുർവേദത്തിന്റെ പല ചേരുവകളുമായും പാണക്കാട്ടെ മരുന്നുകൾ യോജിച്ചു കൊള്ളണമെന്നില്ല. കാരണം എന്താ? അത് രണ്ടാണ്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ മലയാള മനോരമയുടെ ആരോഗ്യമാസികണ്ട്. അതില് പാണക്കാട്ടെ വൈദ്യപ്പെരുമ എന്ന് പറഞ്ഞൊരു ലേഖനം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതൊരു ചേട്ടന്റെ പിന്നെ ക്രിസ്ത്യൻസിന്റെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ആയുർവേദക്കാരന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട് അതിലും പറയുന്നുണ്ട് പാണക്കാട്ടിൽ നൽകുന്ന കുറുപ്പടികൾ ചിലപ്പോൾ ആര്യവൈദ്യത്തോട് എതിരായേക്കാം. കാരണം എന്താ? പച്ചമരുന്നാണ് എന്നുള്ളതുകൊണ്ട് ആയുർവേദമാകണമെന്നില്ലല്ലോ. കാരണം അതിൽ എല്ലാം എന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും ഇപ്പോ ആയുർവേദത്തെയൊക്കെ അതിനോട് സമാനമായ ചില മരുന്നുകളൊക്കെ അവർ നൽകാറുണ്ടായേക്കാം. പക്ഷേ അവർ അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമലൈക്കും. സമദ് ഫൈസി ഉസ്താദ് DC അയക്കണേ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. സമദ് ഫൈസി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അൽവാഫി ഉസ്താദ് മൂപ്പര് സംസാരിച്ചോണ്ടിരിക്കോ? നിങ്ങളൊന്ന് ബൗൺസ് ചെയ്ത് നോക്കിയേ ഉസ്താദ് സംസാരിച്ചോണ്ടിരിക്കോ? അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒന്ന് ബൗൺസ് ചെയ്തിട്ട് കൊണ്ടുവരുമോ? അൽവാഫി ഉസ്താദ് കേൾക്കില്ലേ? ഹലോ, എന്റെ സൗണ്ട് കേൾക്കില്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ് ചിലപ്പോ നമ്മളെ സമദ് ഉസ്താദ് കേൾക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് നല്ലൊരു ക്ലാസ് ആയിരുന്നു നമ്മളെ സമദ് ഫൈസി ഉസ്താദിന്റെ. മാഷാ അല്ലാഹ് എന്തോ ചെറിയ DC പ്രോബ്ലം ആയ കാരണം ഇപ്പൊ വരും. ഇൻഷാ അല്ലാഹ് വീണ്ടും ക്ലാസ് റൂമിലേക്ക് എത്തും. എന്തായാലും നമ്മള് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. നമ്മളെ പൊന്നു മുസ്ലിം ഉമ്മത്തിനെ കൊന്നൊടുക്കുന്ന ആ ഇസ്രായേലി ജനതയ്ക്കെതിരെ നമ്മളെല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം നമ്മുടെ ക്ലാസ് റൂമിൽ എല്ലാവരോടും പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥകളൊക്കെ കണ്ടാൽ വളരെ വേദനാജനകമായ അവസ്ഥകളാണ് അവിടുത്തെ മുസ്ലിം ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റംസാനിൽ എല്ലാവരും ആ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ആ അവിടുത്തെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഉസ്താദന്മാരൊക്കെ ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തു വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫൈസി ഉസ്താദ് ഇപ്പോൾ എത്തും, താഴത്തെത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉസ്താദ് DC ആയതാണ്. ഉസ്താദ് ഇൻഷാ അല്ലാഹ് DC എങ്ങനെ പോയോ? ഉസ്താദിന് കയറാൻ പറ്റുന്നില്ല, എന്താ അറിയില്ല. എന്തായാലും ഉസ്താദന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന്, ഫൈസി ഉസ്താദൊക്കെ ഉണ്ടാവും. അതേമാതിരി നമ്മുടെ ഉസ്താദന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് വരിക. ഞാൻ ഉസ്താദ് DC ആയപ്പോ മൈക്ക് എടുത്താണ്. അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ മൈക്ക് ഒഴിവാക്കി എടുക്കുമ്പോ റേഡിയോ പ്രേക്ഷകരൊക്കെ വിഷമിക്കും. അവര് ഇത് ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കയറി മൈക്ക് എടുത്തത്. എന്തായാലും നമ്മുടെ ഉസ്താദന്മാരുടെ ഈ നസീഹത്ത് ക്ലാസ്സും എല്ലാം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവാണ്. എന്താ വെച്ചാൽ അത് നമുക്കെല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ് നമ്മളെ ഈ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നമ്മളെ KSCRൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നല്ല എല്ലാവർക്കും പഠിക്കാനും ചിന്തിക്കാനും മറ്റുള്ളവർക്ക് ചിന്തിച്ചത് മനസ്സിലാക്കി പോവാനും എല്ലാം ഉപകാരപ്രദമായ നല്ല ക്ലാസ്സുകൾ നമ്മളെ ഉസ്താദന്മാർ നമുക്ക് വേണ്ടിയിട്ട് അവര് അതിനൊരു പ്രതിഫലവും അള്ളാഹുടെ പ്രതിഫലം മാത്രം നോക്കി മാത്രം. ഉസ്താദ് ലൈനിൽ വന്നിട്ടുണ്ട്, സമദ് ഫൈസി ഉസ്താദ് ലൈനിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോ റൈസ് ഹാൻഡ് ചെയ്ത് വരും എന്ന പ്രതീക്ഷയിലാണ്. അപ്പോ നമ്മൾ ഉസ്താദന്മാർ ഒരു പ്രതിഫലം, അള്ളാഹുടെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം എടുത്തു തരുന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം അവന്റെ റബ്ബിന്റെ അടുത്തും കൊടുക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നമ്മളെ സമദ് ഫൈസി ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് വരിക. നിങ്ങൾ DC ആയി ഉസ്താദ് ക്ലാസ് റൂമിൽ എത്തിയെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് വരണം എന്ന് ഉസ്താദിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ ക്ലാസ് കേൾക്കാൻ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കൊടുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് കമ്പ്യൂട്ടറിന് ഓഫായി പോകുന്ന സ്വഭാവം കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, എന്താണെന്നറിയില്ല. അതപ്പോ DC അപ്പൊ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് DC ആയത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഏതായാലും ലൈവായിട്ട് തന്നെ പോകട്ടെ. എന്തെങ്കിലുമൊക്കെ ഇത് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് മൈക്കിൽ വരിക. വൈദ്യപ്പെരുമ അതന്നെ. അതെ ഇൻഷാ അല്ലാഹ് തങ്ങളെങ്ങളും ദ്വാരക്കിട്ട് അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. സല്ലല്ലാഹു ഫിദ്ദാറൈൻ. അപ്പോ ഒരുപാട് തിബ്ബുൻ നബവിയുമായി ചികിത്സകരുണ്ടായിരുന്ന നാടാണ് കേരളം. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ, ഉമർ ഖാദി മഹാനവറുകൾ, ഉമർ ഖാദിയൊക്കെ വലിയ ചികിത്സകൾ നടത്തിയ വലിയ മഹാനാണ്. അദ്ദേഹം തീർച്ചയായിട്ടും തിബ്ബുൻ നബവിയായിരുന്നു ചികിത്സ നടത്തിയത്, ആര്യവേദമല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്തു പറ്റിയെന്ന് അറിയില്ല, പലരും വാട്സാപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. അപ്പോ അതുപോലെ തന്നെ മമ്പുറം തങ്ങൾ വലിയ ചികിത്സകനാണ്, പക്ഷേ അവരൊക്കെയും തിബ്ബുൻ നബവിയായിരുന്നു. അതുപോലെ തന്നെ കണ്ണൂര് കാടാച്ചിറയിൽ ജോലി ചെയ്തിരുന്ന ഒരു വലിയ മഹാനായിരുന്നു ഹബീബ് ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാൻ. കാടാച്ചിറക്കാർ ക്ലാസ് റൂമിലുണ്ടോ? കണ്ണൂര് കാടാച്ചിറ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ കാടാച്ചിറ കണ്ണൂർ ഭാഗത്തുള്ള അവർക്കറിയാം. ഹബീബ് ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ടായിരുന്നു. അദ്ദേഹം അതേപോലത്തെ ചികിത്സകരായിരുന്നു. പലരും വാളെടുത്തവന് വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ പല ആളുകളും അങ്ങനെ സ്വയം ചികിത്സകരായി മാറിയിട്ടുണ്ട്. വാപ്പ നല്ല ചികിത്സകനായിരിക്കും. ഒരു സുപ്രഭാതത്തിൽ വാപ്പ മരണപ്പെട്ടപ്പോ മകൻ അവിടെയും ഇവിടെയും മേപ്പെട്ട് നോക്കി കിടക്കേക്കാരം. അപ്പൊ എന്ത് ചെയ്യും? ആൾക്കാരൊക്കെ പാടെ അവന്റെ അടുത്തേക്ക് വരും. നിങ്ങളെ വാപ്പ വലിയ തീക്കട്ടായിരുന്നു,
നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് എണ്ണെന്നറിയും. ചിലപ്പോ പിന്നെ ചെയ്തെന്ന് അങ്ങനെ സുഖമായി ഉണ്ടാവും. അതിനാലെന്ത് ചെയ്യും, വാപ്പാനേക്കാളും വലിയ തീക്കട്ടയാണ് മകൻ എന്നറിയും. അങ്ങനെ 4 ആളാണ് പറഞ്ഞോടുകൂടി മകന്റെ അടുത്തേക്കാണ് ആള് വരും. മകൻ എന്ത് ചെയ്യും, ആകെ കൊടുക്കും. ഒന്നും ചെയ്തു കൊടുക്കാതെ എന്നാൽ അതും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ചെയ്താൽ എന്താവുന്നൊരു പേടി. അവസാനം ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ 2 റപ്പൊക്കെ വന്നിട്ട് പറയും, നിങ്ങളിത് കൊടുത്തോളി, നല്ല ഉഷാറാണ്, ആയുർവേദത്തിന്റെ റപ്പൊക്കെ വന്നിട്ട് അത് പറയും. അതോടുകൂടെ ഓരോട് കൊടുക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അതോടുകൂടെ പിന്നെ പേരായി. പിന്നെ മൂപ്പർക്ക് സാർ ധൈര്യം വരും, ഇത് പരിപാടി തെറ്റില്ല. അതോടുകൂടെ ഓരോ വൈദ്യനായി. അങ്ങനത്തെ വൈദ്യന്മാരാണ്. അങ്ങനത്തെ കുറെ ചികിത്സ 80% നാട്ടിലുണ്ട്. എനിക്കറിയാവുന്നതാണ്. എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മൂപ്പര് പഠിച്ചിരുന്നു, +2 കഴിഞ്ഞു. പിന്നെ മേപ്പോട്ടൊക്കെ ഇറക്കാന്ന്. കാരണം വാപ്പ ചികിത്സിച്ചിട്ട് പൈസ ഉണ്ട്. പൈസ ആയിട്ട് ഇങ്ങനെ ബൈക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നേരത്തേക്കാരം പെട്ടെന്ന് വാപ്പ മരണപ്പെടുക. അവ പിന്നെ ഇവനെ പിടിച്ച നാക്കുമ്പോ. അങ്ങനെ എത്രയോ ആളുകള് ഇൻഷാ അല്ലാഹ്. കരുവല്ല, കുരുവാണ്. ഇത് ഒമ്മിൽ കാഫിയാണ്. അതോ സൗദി സമയം 1 മണിക്ക് പറഞ്ഞാൽ നമ്മളെ സമയം 12 ആവുള്ളൂ. നമ്മളെ സമയം 12 ആവുള്ളൂ. കുറച്ചുകൂടി കിട്ടിക്കാളെ, ഒരു 1:30 ആക്കിയേക്കാളെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 12:30 ആയി കിട്ടും. അവര് ഞാൻ വേറെ ഒരു 10 മിനിറ്റ് കൂടി ആകുമ്പോ പിന്നെ ശരിയാവും. ഇൻഷാ അല്ലാഹ്. 7:02 സമയം 1 സമയം 1 മണി രാത്രി. നട്ടപ്പാതിരക്കാണ് നമുക്ക് നേരം വിളിക്കാറ്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംസാരങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിൽ വരാവുന്നതാണ്. ഇതുമായി ആരും വരുന്നില്ലല്ലേ? ആർക്കൊരു വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനില്ല? ആർക്കും ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിൽ ബിസ്മില്ലാഹി വന്നിട്ടുണ്ട്. അടച്ചോൻ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമദ് ഫൈസി വരുന്നുണ്ട്. ത്രിബുൻ നബീനെ കുറിച്ച് എന്ന വിഷയമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉറക്കം എന്നാലും വേണ്ടില്ല അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കൊരു പരാതി ഉണ്ട്. നിങ്ങളിപ്പോ സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ പറയാന്നല്ലാതെ പിന്നെ റസൂലുള്ള ഇന്ന വിഷയത്തില് ഇന്ന ചികിത്സ നടത്തി എന്നുള്ള ഒരു തെളിവ്, ഒരു ഹദീസ് അങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങളെ ഭാഗത്തുനിന്ന് കേട്ടില്ല. മമ്പ്രന്തങ്ങള് ത്രിബുൻ നബിയായിരുന്നു നടത്തിയിരുന്നത്, മറ്റേ മുല്ലേര അങ്ങനെ നടത്തിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതിനൊന്നും ഒരു രേഖാമൂലം ഒന്നും പറഞ്ഞിട്ട് നിങ്ങളെ ഭാഗത്തുനിന്ന് കേട്ടിട്ടില്ല എന്നൊരു പരാതി ഉണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോന്നതാ. മഷ്കൂർ. അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെയാണ് ചോദ്യം വരേണ്ടത്. അവിടെയാണ് ചോദ്യത്തിന് കിടക്കുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ല ചികിത്സയും നടത്തിയിരുന്നോ എന്നുള്ളതാണ്. അത് അൽവാഫിയാണ് ഒരു മുംതാസ്. ഞാനിപ്പത് പണ്ടാരോ പറഞ്ഞ മാതിരി പെട്ടെന്ന് അബ്ദുള്ള പണ്ടാണ് പറയാ. പിന്നെ ഒരു മിനിറ്റ് ഞാനൊന്ന് സൗണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ വരട്ടോ. പിന്നെ അതായത് ഞാൻ പറഞ്ഞു വരാം. അതായത് ഒരു ചോദ്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചികിത്സയും നടത്തിയിരുന്നു ഹദീസിലുണ്ടോ? നബി എന്നുള്ളതിന് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഹദീസോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പക്കാ വൈദ്യനായിരുന്നില്ല. മനസ്സിലായില്ലേ? ഒരാൾ ചികിത്സ നടത്തി ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. അതിന് പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൈദ്യൻ എന്നുള്ള ലെവലല്ല നമ്മൾ കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈദ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് മരുന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വൈദ്യനാകണമെങ്കിൽ ചികിത്സിക്കണം എന്നല്ല നിബന്ധന. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ടിട്ട് പിന്നെ നെഞ്ഞുവേദനയുടെ വിഷയം പറഞ്ഞുകൊണ്ട് അബൂദാവൂദിലാണ് ആ ഹദീസ് കാണുന്നത്. നെഞ്ഞുവേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി പറഞ്ഞപ്പോ, നീ ഹാരിസ് ബിൻ കൽദയുടെ അടുത്തേക്ക് ചെല്ലണം, അവിടെ ചെന്നിട്ട് പിന്നെ ഈത്തപ്പഴം 7 ഈത്തപ്പഴം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് നിർദ്ദേശിച്ചത് കാണാം. മാത്രമല്ല ആ സ്വഹാബിയെ നെഞ്ചത്ത് ഇങ്ങനെ നെഞ്ചത്ത് തൊട്ടു നോക്കി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരൽ കൊണ്ട് പരിശോധിച്ചു എന്ന ഈ ഹദീസ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഈ ചികിത്സാ രീതി, ഈ വിഷയം അബൂദാവൂദിലാണ് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറ്റി സംബന്ധിച്ച് പിന്നെ അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ കാനത്ത് ഉമറു ബിത്തൽബീൻ ലിൽ മരീദി വലിൽ മഹ്സൂനി അലൽ ഹാലിക് വകാനത്ത് തഖൂൽ ഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്ന തൽബീനത തജുമ്മു ഫുആദൽ മരീദി വതുദ്ഹിബു ബഅദൽ ഹുസ്നി. ബുഖാരി കിതാബു തിബ്. ബുഖാരിയിലെ കിതാബു തിബ് എടുത്തു നോക്കിയാൽ തന്നെ നിരവധി മരുന്നുകൾ പറഞ്ഞു, അതുപോലെ തന്നെ നിരവധി പിന്നെ ചികിത്സകൾ പറഞ്ഞു. അത് ഒരു മരുന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചികിത്സ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടെങ്കിലല്ലേ അത് പ്രായോഗികവൽക്കരിക്കാനും കഴിയൂ. വേറൊരു ഹദീസിൽ കാണാം, അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഹുമ്മാ മിൻ ഫൈഹി ജഹന്നം ഫഅത്ഫിഊഹാ ബിൽ മാ. വേറെയും കാണാം. അതുപോലെ തന്നെ അൻ ഫാത്തിമ, ഈ ഹദീസ് ബുഖാരിയിലെ 5282 ഹദീസാ. പിന്നെ അൻ ഫാത്തിമത ബിൻതുൽ മുൻസിർ അന്ന അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ കാനത്ത് ഇദാ ഉതിയത് ബിൽ മർഅതി ഖദ ഹുമ്മത്ത് തദഉ ലഹാ أخذت بالماء فصبته بينها وبين جيبها وقالت كان رسول الله صلى الله عليه وسلم يأمرنا أن نبردها بالماء. ഇതൊക്കെ ഒരു ചികിത്സയുടെ പല പല രീതികളാണ്. അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ ഒരുപാട് പല ഹദീസുകളുണ്ട്. പിന്നെ എന്നല്ല പിന്നെ അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഉത്തിയ മരീദൻ എന്നായിക്കോട്ടെ, റസൂലുള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ട രോഗിയെ കൊണ്ടുവരപ്പെട്ടാൽ, ഇദാ അതാ മരീദൻ ഒരു രോഗിയുടെ അടുക്കൽ ചെന്നു, ഔ ഉത്തിയ ബിഹി ഇലൈഹി അല്ലെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ, ഖാല അലൈഹിസ്സലാം മദ്ഹബിൽ ബഅസ റബ്ബന്നാസി വിശ്ഫി അൻത ഇശ്ഫി വഅൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉ ലാ യുഗാദിറു സഖമ. ഇത് ഇത് പിന്നെ ചികിത്സയുടെ മറ്റൊരു ഭാഗമാണ്. അല്പം ഇത് പിന്നെ ദുആ കൊണ്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയാ, മരുന്ന് കൊണ്ടുള്ള ചികിത്സകളെക്കാൾ മുകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പിന്നെ പ്രാർത്ഥന അതിലും വലിയൊരു ചികിത്സയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെ നിരന്തരം ഒരുപാട് ഹദീസുകൾ, ഒരു കിതാബ് തിബ് എടുത്ത് നോക്കിയാൽ ബുഖാരിയിൽ തന്നെ ഒരു കിതാബ് തിബ് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചതായി ധാരാളം ഹദീസുകളിൽ കാണാനുണ്ട്. പിന്നെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ചികിത്സിച്ചിരുന്നു എന്നുള്ള കാര്യം വളരെയധികം പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉമർ ഖാദി ചികിത്സകനായിരുന്നു എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും ആയുർവേദം എന്ന് പറയാൻ പറ്റില്ല. ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മമ്പുറം തങ്ങളുടെ ചികിത്സകനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പല ചികിത്സകളും മമ്പുറം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെയും ആര്യവേദമാണ് എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. അതൊക്കെ തിബ്ബുൻ നബവിയായിരുന്നു. പക്ഷേ തിബ്ബുൻ നബവിയും ആര്യവേദവും തമ്മിൽ നമുക്ക് നോക്കുമ്പോൾ ഒന്നായിട്ട് തോന്നും. കാരണം എന്താ, ഒക്കെ പച്ചമരുന്ന് തന്നെയല്ലേ. പക്ഷേ അതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. തിബ്ബുൻ നബവിയിൽ ജലശുദ്ധിയാണ്, അതിന് തത്വം കൂടി മനസ്സിലാക്കണം. നേരെ മറിച്ച് ആയുർവേദത്തിൽ അഗ്നിശുദ്ധിയാണ്. അഗ്നിശുദ്ധി എന്ന് പറഞ്ഞാൽ അഗ്നി ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ശുദ്ധിയായി ചികിത്സ വന്നു എന്നാ. അവിടെ നമ്മളിപ്പോ ഈ മുടി വിഷയത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് നിങ്ങൾ മുടിയെ കരിച്ചു കളയുക എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പിന്നെ
ഇത് പിന്നെ മുജീബ് ഫൈസി പൂലോടുമായി ഒക്കെപ്പാടെ മീഡിയ വൺ കോഴിക്കോട് വെച്ചുകൊണ്ടിട്ട് ഒരു സ്വാമി, പിന്നെ അതേപോലെ തന്നെ മുജീബ് ഫൈസി പൂലോട്, പിന്നെ ആരൊക്കെ കൂടിയിട്ട് ഒരു അഭിമുഖം ഉണ്ടായത്, ഒരു ചർച്ച ഉണ്ടായത്, പിന്നെ കേട്ട ആളുകൾ ശ്രദ്ധിച്ച ആൾക്കാർ നിർസലിച്ചാണ്. ഇതിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഡീസിയ അവിടെ പിന്നെ മുടി കത്തുകയില്ല എന്ന് പറഞ്ഞപ്പോ ആ സ്വാമി അതിനെ വല്ലാതെ എതിർത്തിട്ടുണ്ട്. അഗ്നി അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കത്തൂല എന്നുള്ള ചർച്ച നമ്മൾ പറയുന്നു കത്തൂല, പിന്നെ എ പിക്കാര് പറഞ്ഞ കത്തിച്ചാ കത്തും. അങ്ങനെയുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഈ മുടിച്ചർച്ച വന്ന സമയത്ത് പിന്നെ അങ്ങനെയുള്ള ഒരു ചർച്ച വന്നപ്പോ ഇവിടെ മീഡിയ വൺ ചർച്ച സംഘടിപ്പിച്ചിരുന്നല്ലോ. അതിൽ മുജീബ് ഫൈസി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കത്തില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു സ്വാമി അത് കത്തും, അഗ്നിയിലിട്ടാ കരിയാത്തതെന്താ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന്റെ പിന്നിൽ അഗ്നിയിലിട്ടാൽ കരിയാത്ത വസ്തു ഉണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുടെ പലതും പൊളിയും. കാരണം അഗ്നിശുദ്ധിയാണ് അവരെ വലുത്. അഗ്നിക്ക് കരിക്കാൻ കഴിയാത്തൊരു സാധനം വന്നു കഴിഞ്ഞാൽ അവരുടെ പല അടിത്തറയും പൊളിയും. അതാണ് അയാൾ സമ്മതിക്കാതെ പോകുന്നത്. അഗ്നിയിലെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു, ആയുർവേദത്തിൻ്റെത് അഗ്നിശുദ്ധിയാണ്, തിബ്ബുൻ നബവിയുടേത് ജലശുദ്ധിയാണ്. അത് രണ്ടാണ്. അപ്പോൾ ഇതാണ് അതിൽ മരുന്നിലെ വ്യത്യാസങ്ങൾ വരുമ്പോ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആയുർവേദം മുഴുവനെ കൊണ്ട് ഞാൻ പറയില്ല, കാരണം ചിലപ്പോൾ ഈ കേൾക്കുന്നതിൽ ഒരുപാട് ആൾക്കാർ ആയുർവേദത്തിന്റെ മരുന്നും മക്കുടിയൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂല, അവരെ സ്വീപ്പാക്കപ്പ തൽക്കാലം ഞാനില്ല, ഉള്ളതിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യാ, പിന്നെ ഒന്നും കൊടുക്കാൻ കഴിയാതെ പിന്നെ നമ്മൾ പറയുന്നൊന്നും അവർക്ക് എത്തിച്ചു കൊടുക്കാനും കഴിയില്ല. അപ്പൊ പിന്നെ അവർ ആ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടത് മനസ്സിലായില്ലേ? അപ്പോ അതാണ് സംഭവം ഉണ്ടായത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചതായി ധാരാളം ഹദീസുകളുണ്ട്. നിങ്ങളതൊന്ന് ശരിക്കും നോക്കണം എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സംശയം ഉണ്ടെങ്കിൽ മൈക്കിൽ വരണം. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഉസ്താദെ, എനിക്ക് ചോദിക്കാനുള്ള ഒരു നാടൻ മരുന്നിനെ കുറിച്ചാ. എല്ലാരും പറയുന്നത് ഈ ഉലുവ ഉണ്ടല്ലോ, ഉലുവ വെള്ളത്തിലിട്ട് കുടിച്ചാൽ BP കുറയും എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? മരുന്നിനെ സംബന്ധിച്ചാ ചോദിച്ചത്. അത് പിന്നെ ഉലുവ എന്നുള്ളത് വളരെ വിലമതിക്കാനാവാത്ത മരുന്നുകളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട തൊബീബുകൾ എണ്ണിയിട്ടുള്ളൊരു വസ്തുവാണ്. അതിന് പിന്നെ വെള്ളത്തിലിട്ടാ കുടിച്ചാൽ BP കുറയോ ഇല്ലേ എന്നുള്ളത് അത് ആൾക്കും തരത്തിനൊക്കെ നോക്കിയിട്ട് പരിശോധിച്ച് പറയേണ്ട വിഷയമാണ്. ഉലുവ നല്ലൊരു മെഡിസിനാണ്. അതിന് വെള്ളത്തിലിട്ട് കഴിക്കുന്ന രൂപങ്ങളുണ്ട്, അല്ലാത്ത രൂപങ്ങളുണ്ട്, അതിന്റെ കൂടെ വേറെ ചേർത്തുകൊണ്ടുള്ള രൂപങ്ങളുണ്ട്. അപ്പോ അത് പിന്നെ നാടൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. അതെങ്ങനെ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തന്നു എന്നറിയില്ല. പഠിച്ച ഒരു വൈദ്യനാണ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അല്ല, കേട്ടുകേൾവിയാണെങ്കിൽ എവിടുന്നാണ് അതിന്റെ സ്രോതസ് എന്ന് മനസ്സിലാക്കിയിട്ടുമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, ഉലുവ നല്ല ഒരു മെഡിസിനാണ്. അത് BPക്ക് അതുപോലെ തന്നെ പിന്നെ ഷുഗറിന് ഒക്കെ വളരെ നല്ല ഉപകാരപ്പെടുന്നതാണ്. പക്ഷെ എങ്ങനെയൊക്കെയാണ് എന്ന് പിന്നെ അത് നോക്കിയിട്ട് ആൾക്കനുസരിച്ചിട്ടാണ് പറയാൻ പറ്റും. ബിസ്മില്ലാഹിയുടെ സംശയം തീർന്നിട്ടില്ലെങ്കിൽ മൈക്കിൽ വരണം. അങ്ങനത്തെ സംശയങ്ങളാണ് നമുക്ക് താല്പര്യം. അസ്സലാമു അലൈക്കും. ഞാൻ ചോദിച്ചത് എന്താ അറിയോ, നിങ്ങളെ അവസാനോട് കിതാബൊക്കെ നോക്കാൻ പറഞ്ഞു. അതല്ല, കിതാബൊന്നും നോക്കാതെ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് നിങ്ങളെ പ്രസംഗം ഇങ്ങനെ കേട്ടിട്ട് ഓരോ കാര്യമൊന്നും മനസ്സിലാവണം. അതിനാലൊക്കെ ഇതിന്റെ മുമ്പിലേക്ക് ഇരിക്കണത്. ഞാൻ പിന്നെ ഇത് നല്ല നിനക്ക് പറയട്ടെ, ദേഷ്യം പിടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളെ സ്ലീപ്പാക്കാൻ പറയുന്നില്ല. അതായത് പിന്നെ
അതായത് നിങ്ങളെ ഭാഗത്തു നിന്ന് കേൾക്കാൻ താല്പര്യങ്ങൾ എങ്ങനെയാണ്? റസൂലുള്ള ഇന്ന ചികിത്സക്ക് ഇന്ന രോഗത്തിന് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അത് ഇന്ന തെളിവുകൾ. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ദുആ അത് വിഷയമല്ല, മന്ത്രിക്കലോ അപ്പൊ ഇതൊന്നും പെട്ടതല്ലല്ലോ, ദുആ ചെയ്യലും മന്ത്രിക്കലാന്ന് വിഷയമല്ലല്ലോ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഭാഗത്ത് കേൾക്കാണ്ട് എന്താ പറയാ, ഇന്ന രോഗത്തിന് ഇന്നത് ചെല്ലാൻ പറയാം. ഇന്ന രോഗമാണെങ്കിൽ അതിന് ഖുർആന്റെ ഇന്ന ഭാഗം ഇന്ന ആയത്ത് ഓതിക്കോളി, അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കണം. അതിന്റെ ഒക്കെ ഒരു വ്യക്തതയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ. ഞാനത് അതേ സ്പിരിറ്റിലെടുത്തോണ്ടാണ് വിളിച്ചത്. നിങ്ങളാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതേ സ്പിരിറ്റിലെടുത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചു വരുത്തിയത് രണ്ടാവട്ടോ. അങ്ങനെ എനിക്ക് മനസ്സിലായി. കൈ നനയാതെ മീൻ പിടിക്കണമെന്നല്ലേ. പക്ഷെ എനിക്ക് സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ ഇതൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നോടുകൂടിയൊക്കെ പൂട്ടി വെച്ച് ഇങ്ങനെ വല്ല ഇരിക്കുകയായിരുന്നു. അപ്പൊ അത് ഇങ്ങനത്തെ വല്ല കുരുക്കും കിട്ടുമ്പോഴാണ് നമ്മളിതൊക്കെ ഒന്ന് തുറന്നു നോക്കുക. അപ്പൊ തന്നെ 2-3 ഇതൊക്കെ തുറന്നു നോക്കിയിട്ടാണ് പെട്ടെന്ന് മറുപടി പറഞ്ഞു. മനസ്സിലായില്ലേ? സന്തോഷമുണ്ട്. ഇങ്ങനെ വരണം. അതപ്പോ നമ്മളിങ്ങനെ ഉണ്ടാകത്തിരിക്കുക എല്ലാം കൂടി എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസം നിൽക്കില്ല. പക്ഷേ ഇങ്ങനെ വരുന്ന നേരത്തെ നമുക്ക് കുറച്ച് പണി കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ നമുക്ക് നോക്കണല്ലോ. അതന്നെയാണ് നമ്മളീ താല്പര്യം. നിങ്ങളാ പറഞ്ഞോട് തന്നെ ഞാൻ നിൽക്കുന്നത്. സന്തോഷമുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെട്ട് പറയാമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങോട്ട് തോന്നാനും പാടില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞുണ്ടല്ലോ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഡോക്ടർ ആയിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനം അതിലും എത്രയോ അപ്പുറമായിരുന്നു. ഡോക്ടർമാരുടെക്കാൾ എത്രയോ അപ്പുറമായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് നമ്മൾ അത് ചികിത്സാപരമായി വ്യാഖ്യാനിച്ച മഹാന്മാരുണ്ട്. അതിലൂടെയാണിത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് പലരോടും. ഉദാഹരണം, അൻ ഉമ്മി ഖൈസ് റളിയല്ലാഹു അൻഹാ سمعت النبي صلى الله عليه وسلم يقول عليكم بهذا العود الهندي فإن فيه لسبعة أشفياء يسقط به من العذرة ويلذ به من ذات الجنب. أن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان إذا اشتكى نفس على نفسه بالمعوذات ومسح عنه بيده എന്ന് പറഞ്ഞത് ബുഖാരിയിലെ മറ്റൊരു ഹദീസ്, മറ്റേതും ബുഖാരിയിൽ തന്നെയുള്ള ഹദീസ്. ഇവിടെ നമ്മൾ ഇന്ത്യൻ ഊത് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സിക്കൂ, അതിൽ 7 എണ്ണത്തിന് നിങ്ങൾക്ക് ശമനമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എന്ന് പിന്നെ കണ്ടുപിടിക്കേണ്ടതും പഠിക്കേണ്ടതും നമ്മുടേതാണ്. അല്ലാതെ തലവേദനയ്ക്ക് ഇന്ന മരുന്ന് ഇന്നോർത്തൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നതിൽ ഇന്ന വിഷയത്തിൽ ശിഫയുണ്ട് എന്നാണ് പറയുന്നത്. അത് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് മഹാന്മാർ, അതിന് കഴിവുള്ള ഉത്തരവാദപ്പെട്ട മഹാന്മാരായ ഉലമാ വിശദീകരിച്ചുകൊണ്ട് ഇന്ന വിഷയത്തിൽ ഇന്നതിനുമായ ചികിത്സകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തന്നെ ഒരുപാട് വിഷയങ്ങളുമായി വന്ന ആളുകൾക്കൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ഒരു മരുന്നുണ്ടാക്കിയേക്കുക, അത് തായ്മേരി ഇങ്ങനെ കൊടുക്കുക, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ആളുകളുടെ മിസാജ് അനുസരിച്ചുകൊണ്ട്, ആളുകളുടെ വ്യക്തിത്വം അനുസരിച്ചുകൊണ്ടാണ് അവിടുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതായാലും എന്തായാലും പറയാം, പ്രമേഹം അതിനെപ്പറ്റിയുള്ള സംശയവുമായി വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളിങ്ങനെ ചോദിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു, ഞാൻ നിങ്ങളോട് കിതാബ് നോക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, പിന്നെ ബുഖാരിയിലെ കിതാബ് തിബ്ബിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദമായി ആ വിഷയങ്ങൾ പറഞ്ഞതായിട്ട് വിശദമായി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് പല ഹദീസുകളും നമുക്ക് കാണാൻ പറ്റും. ഞാൻ 1, 2, 3 ഹദീസുകൾ ഞാൻ ഓതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു ദുആ, ഈ ചികിത്സാ രംഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മരുന്ന് കൊണ്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാല് അത് 2ാം ഗ്രേഡാണ്. 1ാം ഗ്രേഡ് പ്രാർത്ഥന കൊണ്ടുള്ള ചികിത്സയാണ്. 1ാം ഗ്രേഡ്. 2ാം ഗ്രേഡാണ് മരുന്ന് കൊണ്ടുള്ള ചികിത്സ. അത് പിന്നെ അതിൽ തന്നെ പിന്നെ ഒരു മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയാണ് 1ാം ഗ്രേഡ്.
പിന്നെ മുഫ്രദാത്ത് ഉപയോഗിച്ച്, പിന്നെ മുറക്കബാത്തിൽ വീണ്ടും താഴോട്ട് പോവുകയാണ് എന്നല്ല. അവസാന മഹാന്മാരൊക്കെ പറയുന്നുണ്ട് പിന്നെ മരുന്ന് എന്നുള്ളത് വിഡ്ഢികൾക്കുള്ളതാണ്. ഇബ്നു സീനയെ പോലത്തെ മഹാന്മാരൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ മരുന്ന് എന്നുള്ളതിലുപരി പ്രാർത്ഥന കൊണ്ട് ചികിത്സ അത് വല്ലാത്തൊരു ചികിത്സയുമാണ്. അതിപ്പോ മന്ത്രിച്ച് ഓതി നമ്മൾ ഊതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ രംഗത്തേക്ക് വരുമ്പോ സാധാരണ നമ്മളെ കേരളത്തിൽ നമ്മളിങ്ങനെ മൂലയന്മാരൊക്കെ ഊതണോണ്ടായിക്കാണ് നമുക്കതൊരിതില്ലാത്തത്. പക്ഷെ ചികിത്സാ രംഗം പഠിക്കുമ്പോൾ 1ാം ഗ്രേഡ് അതാണ്. നമുക്കൊക്കെ പറഞ്ഞു തന്നെ പിന്നെ അതിനൊക്കെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന ലെവലിലുള്ള ആളുകളാവണം എന്നാണ്. താഴെയുള്ളവർ ചെയ്താൽ സുഖപ്പെടൂല എന്നൊന്നും അതിനർത്ഥമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മൈക്കറലി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എന്റെ ഒരു സംശയമാണ് കേട്ടോ. എന്റെ സംശയമാണ്, എന്റെ അറിവിലുള്ള ഒരു കാര്യമാണ് ഉസ്താദിനോട് ചോദിക്കാൻ പോണത്. ഉസ്താദ്, നമ്മളെ ഇപ്പോ ചികിത്സാ രീതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ കുടുംബത്തിൽ ഒരുവിധ ആൾക്കാരൊക്കെ ചികിത്സാ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണ ആൾക്കാരാണ്. എന്റെ അനുഭവത്തിൽ ഉള്ളൊരു കാര്യം പറയണെങ്കിൽ, എന്റെ ഒരു കുടുംബത്തിൽ ഞാൻ ആളിനെ വ്യക്തമാക്കില്ല, ഞാൻ അതിൽ പറയണമില്ല. ഒരു ഇരട്ടപ്പെട്ട 2 കുട്ടികളില് ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നിട്ട് അതിനെ ഒരു നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാളെടുത്ത് കൊടുന്നിട്ട് അതിനു വേണ്ടിയിട്ട് അത് ഐക്കല്ല് കെട്ടണം എന്ന് പറഞ്ഞപ്പോ, ഇരട്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ അത് ആ ഒരു കുട്ടിക്ക് അസുഖം 2 കുട്ടിക്കും ഐക്കല്ല് കെട്ടണം, ധരിക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതിന് അതായത് ഈ ചികിത്സകളൊക്കെ ഒരു പള്ളപ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഞാനൊരു മുജാഹിദോ ജമാഅത്തോ അല്ലെങ്കിൽ ഒന്നും ആയിട്ടല്ല, ഞാനൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ സമദ് ഉസ്താദിന് തന്നെ എന്റെ ഫാമിലിയെ പറ്റി അറിയാം. ഞാൻ സംസാരിച്ചാണ് ഉസ്താദിനെ പറ്റിയിട്ട്. അപ്പോ ഞാൻ പറയാൻ കാരണം, അപ്പൊ അങ്ങനെ ഒരു ഇരട്ട കുട്ടികൾക്ക് അതിലൊരു കുട്ടിക്ക് അസുഖമായിട്ട് വന്നിട്ട് അതിലൊരു 2 ആൾക്കും ഐക്കല്ല് കെട്ടാൻ പറഞ്ഞിട്ട്, അപ്പൊ അതിന്റെ വല്യമ്മയാണ് കൊടുന്നത്. അവന് കൊടുന്നിട്ട് അതിനൊരു 2 ഐക്കല്ല് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കാശ് കുറഞ്ഞതിന്റെ പേരിൽ ഒരൈക്കല്ല് അവിടെ വെച്ചിട്ട് ഒരു കുട്ടിയുടെ ഐക്കല്ല് മാത്രം കൊടുത്ത്, അങ്ങനെ ചില കാര്യങ്ങൾ, അതായത് ആ കൊടുത്ത ആളുടെ അനുജനാണ് എന്നോട് നേരിട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മളെ ഇസ്ലാമിൽ തന്നെ അത് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ പോകുന്നുണ്ട്. വെറും പള്ളപ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതിനൊക്കെ പറ്റിയൊന്ന് പറയണം സമദ് ഫൈസി ഉസ്താദ്. അത് ഈ പറഞ്ഞ ആൾക്കാര്, ഞാൻ പേര് പറഞ്ഞാൽ അത് സമദ് ഫൈസി ഉസ്താദിനെ ചിലപ്പോ അറിയാമായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഞാൻ അത് ഒന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് അത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കൊടുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തങ്ങളുടെ ഈ വിഷയം വല്ലാത്തൊരു വിഷയമാണ്. ഞാനതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു മുജ്മലായ നിലക്ക് നേരത്തെ പറഞ്ഞു. ചികിത്സകളുടെ കൂട്ടത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ചറിയുന്ന ആളുകളും ഇത് എന്താണ് എന്നറിയുന്ന ആളുകളും എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനതിന്റെ ശതമാനക്കണക്ക് ഇനിയിപ്പോ ഞാൻ പറയില്ല. തങ്ങളിങ്ങനെ പറയും കൂടി ചെയ്തത് കൊണ്ട് ഞാനിനി പറയൂല. പിന്നെ തങ്ങൾ പറഞ്ഞ പണത്തിന് വേണ്ടി മാത്രമാകുന്നുണ്ടല്ലോ, അത് 2 നിലക്കുണ്ട്. ഒന്ന്, ഈ മനുഷ്യന്മാര് ചെന്നിട്ട് അങ്ങോട്ട് നിർബന്ധിപ്പിക്കുകയാണ്, നിങ്ങൾ തന്നെയാണ് അതിന്റെ ആള്, നിങ്ങൾ ചെയ്തു തരണം, നിങ്ങൾ ഇവിടുന്ന് മാറ്റി തരണം. എന്താ ചെയ്യാ? അപ്പൊ ഇവർ എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിതരാകാണ്. പിന്നെ പണം കാണുമ്പോ അതിനോട് താല്പര്യം ഏത് മനുഷ്യനും വരും. അപ്പൊ ഒരാളിൽ നിന്ന് കിട്ടുമ്പോ ഒരാളിപ്പോ ഒരു വിഷയത്തിൽ 500 കൊടുത്തു, മറ്റാൾ 100 കൊടുത്തു വെച്ചാല് ഈ 500 കൊടുത്തതിനോട് കമ്പം കൂടുന്നൊരു സ്വഭാവം ഉണ്ടാവും. അതൊന്നും ഇല്ലാത്ത ഉയർന്ന ലെവലിലേക്ക് ഒരു തൊബീബ് എത്തുമ്പോഴാണ് യഥാർത്ഥ തൊബീബാകുന്നത്. പിന്നെ തങ്ങൾ ബാഹ പറഞ്ഞ പോലെ തന്നെ പലതും ഉണ്ട്. അത് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല. കാരണം ആ വിഷയവുമായി നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മളെന്നെ അന്തമുള്ള സുബ്ഹാന മഞ്ചല്ല, എന്താണ് ഇതൊക്കെ സംഗതി. അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം നിങ്ങളെ ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? കാരണം അത് വിട്ടേ, താങ്കളാ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഒരു ശതമാനം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പലരും ഉണ്ടാവും. പിന്നെ അടുത്ത ചോദ്യം, എന്റെ അവിടെ എങ്ങനെ ഒരാളുണ്ടല്ലോ, ഇവിടെ എങ്ങനെ ഒരാളുണ്ടല്ലോ എന്നാണ്. അതുകൊണ്ട് ഞാനത് മുജ്മലായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉത്തരവാദപ്പെട്ട ആളിൽ നിന്ന്, ഉത്തരവാദപ്പെട്ടത് എന്ന് അണ്ടർലൈൻ ചെയ്യണം. നാട്ടിക മുസോലിയർ പറഞ്ഞ മാതിരി ഞാൻ മനപൂർവ്വം പറയുകയാണ് ഉത്തരവാദപ്പെട്ടവർ എന്ന്.
കാരണം നമ്മൾ വഹത്തറദ ബിഹി എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ അറിയില്ല എന്നമാതിരി ഉത്തരവാദപ്പെട്ട ആളിൽ നിന്ന് വൈജ്ഞാനികമായി നേടിയെടുത്ത വിജ്ഞാനം കൊണ്ടുള്ള ചികിത്സയാണെങ്കിൽ അത് ഏത് രംഗത്താണോ ഉള്ളത് ആ രംഗത്തോട് നീതി പുലർത്തിയാൽ, ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഏത് രംഗത്താണോ ഉള്ളത് ആ രംഗത്തോട് നീതി പുലർത്തിയാൽ അത് പലപ്പോഴും സംശയമല്ല. ആത്മീയമായ ചികിത്സകരുണ്ട്, അതാണ് ഏത് രംഗത്താണോ എന്നുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പിന്നെ ഒരു ഹൈക്കൽ കെട്ടുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രിക്കുന്നു, ഇതൊക്കെ പറയുമ്പോൾ ആ രംഗത്താണ്, അത് ദീനി രംഗത്ത് ആത്മീയ രംഗത്താണ്. ആ രംഗത്തോട് നീതി പുലർത്തുന്ന ആളുകളാവണം. അല്ലെങ്കിൽ ഭൗതിക രംഗത്താണെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന മരുന്ന് കാര്യങ്ങൾ, അതിന്റെ ചിട്ടകൾ, അതിന്റെ ചേരുവകളൊക്കെ ആ രംഗത്തോട് നീതി പുലർത്തും. ഏത് രംഗത്താണോ ആ രംഗത്തോട് നീതി പുലർത്തുന്ന ആളുകളായി അവരാണ് ചികിത്സിക്കുന്നെങ്കിൽ അതിന് ഫലവും കാണും, ഫലം നിലനിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ താൽക്കാലിക ഫലം കിട്ടും, അല്ലെങ്കിൽ ഒക്കെ നടന്നു പോവും എന്നൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനലിനാണ് വ്യാജനം ഉണ്ടാവുക. ഇത് ഒറിജിനലാണ്, അതുകൊണ്ട് ഇതിന് വ്യാജം കൂടുതലുണ്ട്, യാതൊരു സംശയവുമില്ല. തങ്ങളാ പറഞ്ഞത് വലിയ പോയിന്റ് ഉണ്ട്. പക്ഷെ അത് വളരെ വിശാലമായി പറയുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടായതിനാൽ ഞാനത് വിശദീകരിക്കുന്നില്ല. മൈക്കറലി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും നാളെ ബഹുമാനപ്പെട്ട സമദ് ഫൈസി തന്നെ പറഞ്ഞിട്ടുണ്ട്, നാളെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രമേഹത്തിന്റെ വിഷയത്തിൽ നല്ലൊരു ചർച്ച, നല്ലൊരു അവതരണം ഉണ്ടാവും എന്നുള്ളത് ഞാനത് പ്രതീക്ഷിക്കുകയാണ്. അതോടുകൂടെ തന്നെ ഇന്ന് നിങ്ങൾ പറഞ്ഞ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഈ പ്രമേഹമുള്ളവർ, ഞാൻ ഇഷ്ടംപോലെ മധുരം കഴിക്കുന്ന ആളാണ്, മരുന്ന് കുടിക്കണൊക്കെ വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ അതിന്റെ ഗൗരവത്തോടു കൂടെ തന്നെ അതിനെ ഞാൻ എതിർക്കുകയാണ്. ആ പറഞ്ഞ കാര്യത്തെ ഈ എതിർക്കുന്നത് നാളത്തെ ഈ വിഷയം ഒന്നും കൂടി സ്ട്രോങ് ആവാൻ ആവട്ടെ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ കാര്യത്തിലൊന്നും ഖുർആൻ ഓതലോ അല്ലെങ്കിൽ ദുആ അത് ഇതിന് ബാധകല്ല. നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവരുടെ അടുത്തേക്ക് ഒരാളെന്താ ക്യാൻസറോ എന്തൊക്കെ ആയിട്ട് പോയപ്പോ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. എത്രയൊന്നും ഇല്ലാണ്ട് ഓദിക്കോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതാണ് മാറി നിൽക്കുക. അപ്പൊ അത് നമുക്കവിടെ മാറ്റിയേക്കാം. ഖുർആൻ ഓതലും മന്ത്രിക്കലും ദുആ ചെയ്യലും എന്ത് ചെയ്യുക, അത് വിഷയം വേറെ. അതേ സമയത്ത് ഈ മരുന്നിനെ ഒക്കെ നിങ്ങൾ നിഷേധിച്ച നിലക്കുള്ളൊരു സംസാരം ആദ്യം ഉണ്ടാവില്ല ഈ പ്രമേഹത്തിന്റെ വിഷയത്തിൽ. അതിന് ഞാൻ എന്തായിരുന്നു ഞാൻ ആ വിഷയത്തെ ഞാൻ എതിർക്കാണ്. കാരണം ആ എതിർപ്പ് നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് നിങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഒന്നുകൂടി സ്ട്രോങ് ആവാനുള്ള ഒരു കാരണമാവട്ടെ എന്നും കൂടി ആഗ്രഹിക്കുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെ ഈ വിഷയത്തിൽ നല്ലൊരു സംസാരം ബഹുമാനപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സന്തുഷ്ടനാണ് ഞാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം മനസ്സിലാക്കണം, മരുന്ന് കുടിക്കുന്നതിന് ഞാൻ എതിർത്തിട്ടില്ല. ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ഒരു കാര്യവും ശ്രദ്ധിക്കാതെ, പ്രമേഹമുള്ള പല ആളുകളും ഒരു കാര്യവും ശ്രദ്ധിക്കാതെ ജസ്റ്റ് മധുരട്ട ചായ കുടിക്കുന്നതിൽ മധുരം ഒഴിവാക്കും. വേറെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊന്നും അവർ ശ്രദ്ധിക്കൂല. പഞ്ചസാര മാത്രം ഒഴിവാക്കും. അഥവാ പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കുറെ വെള്ളം ഒഴിക്കും. മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞത്. കാരണം ഗ്ലൂക്കോസ് എന്ന് പറയുന്ന വസ്തു ഈ പഞ്ചസാര കഴിച്ചാൽ മാത്രമാണ് ഉണ്ടാവുക എന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്. പഞ്ചസാര മാറ്റി നിർത്തണം, വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇവരെന്ത് ചെയ്യും, പൂള നന്നായിട്ടാണ് തിന്നും, മധുരട്ട ചായ ഒഴിവാക്കും. ഈ കപ്പ അല്ലെങ്കിൽ പൂള എന്ന് പറയുന്നത് വായിലെത്തിയാൽ തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാവും രക്തത്തിൽ, അത്രമാത്രം ഗ്ലൂക്കോസ് ഉള്ള സാധന. പക്ഷെ അത് തിന്നൽ ഒഴിവാക്കാൻ അവർക്ക് പ്രയാസമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണം ഞാൻ നാളെ പറയാം വ്യക്തമായിട്ട് അതിന്റെ കാര്യങ്ങൾ. അപ്പോ പ്രമേഹം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം വെറും ഒരു ചായയിലിടുന്ന പഞ്ചസാര എന്ന വസ്തു മാറ്റി നിർത്തിയാൽ മാത്രം മതി എന്നാണ് പലരും മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവർക്ക് അതല്ലാത്ത പല നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ടാകും. ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കൂല. ഓൻ എന്ത് പാലിക്കും? പഞ്ചസാര ഒഴിവാക്കും. ഓന് പഞ്ചാര വേണ്ട,
എന്നാലോ നല്ല ഇറച്ചി നല്ല നോയിട്ട് അടിച്ചു കയറ്റും ചെയ്യും. ഗ്ലൂക്കോസിന്റെ നിയന്ത്രണമാണ് പിന്നെ പ്രമേഹം വേണ്ടത്. പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് പ്രമേഹം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടുണ്ടാകുന്നു, അതെങ്ങനെ വരുന്നു, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് അലോപ്പതിക്കാർ ചെയ്യുന്നത്, അതാണ് നമുക്ക് നാളെ ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മരുന്ന് കൂടി എതിർക്കാനല്ല, മരുന്ന് കുടിക്കുന്നതാണ് രോഗം വന്നാൽ. മരുന്നില്ല എന്ന് പറഞ്ഞാൽ നാച്ചുറോപ്പതിക്കാരാണ്. അത് നാച്ചുറോപ്പതി അത് മുഴുവനും ശരിയല്ല. അവരുടെ തത്വങ്ങൾ ഒരുപാട് നല്ല തത്വങ്ങളാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷെ അവര് മരുന്ന് പലതിനും ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അപ്പൊ അതുപോലെ മരുന്ന് കുടിക്കന്നെ വേണം. മരുന്ന് കുടിക്കേണ്ട അവസരം വരുമ്പോ കുടിക്കണം. പക്ഷേ പിന്നെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നു എന്നത് കൊണ്ട് ഈ കൂട്ടർ ചെയ്യുന്നത് ചായയിലെ പഞ്ചസാര മാത്രം ഒഴിവാക്കുന്നു. എന്നാൽ ഗ്ലൂക്കോസ് വരാൻ സാധ്യതയുള്ള ധാരാളം ഭക്ഷണങ്ങൾ അവർ നന്നായി കഴിക്കുകയും ചെയ്യുന്നു. അത് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അല്ലാതെ അവർ ചായ കുടിക്കണതും അവരിതാക്കണതും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഡബിൾ മധുരട്ടാ കുടിക്കല പറഞ്ഞ പഞ്ചസാര എന്ന് പറയുന്ന വസ്തു അത് മാത്രമാണ് പ്രമേഹത്തിന്റെ അടിസ്ഥാനം എന്ന് കരുതിയത് തെറ്റാണ് എന്നുള്ള ധാരണ ശരിയല്ല, ഒരു പിശകാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. മനസ്സിലായല്ലോ? ഏതായാലും മൈക്ക് റിലീസ് 2:30 ആകുന്നു. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. നാളെ നേരത്തെ ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാഹ് അങ്ങനെ വരണം. അല്ലാതെ ഇങ്ങനെ സമീന വാത്തായന മോലിയര് പറഞ്ഞൊക്കെ ശരി തന്നെയാണ് ഉത്തിരിക്കണതിന് പകരം ഒന്ന് ക്രോസ് ചെയ്യാൻ തയ്യാറാകണം. അപ്പോഴല്ല അതിന്റെ രസം കിട്ടുള്ളൂ. ഏതായാലും മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പൊ അത്തരം ആളുകളെ ഈ വിഷയത്തിൽ നിന്ന് മാറ്റിയെത്തുന്നു. അതിന് വേറെ ചികിത്സ ചെയ്യണം. പ്രമേയമുള്ളവർ മധുരം ചായയിൽ മധുരം ഇടാതെ ബാക്കിയെല്ലാം കടിച്ചു കയറ്റുന്നുള്ളത് അങ്ങനത്തത് ഒരുവിധ ആളുകളൊന്നും അത് ചെയ്യില്ല. അതിനെപ്പറ്റി ചെറിയൊരു ബോധമുള്ളവരായി ചെയ്യില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി പിന്നെ അതല്ലാതെ വേറെ ഇഷ്ടം പോലെ ഭക്ഷണം പിന്നെ അതൊന്നും നിയന്ത്രിക്കാതെ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അതായത് പ്രമേഹം ഇല്ലാതെ ഒന്നുകൂടി പറഞ്ഞാല് ഒരു 150 ഷുഗർ ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് 150 ഉണ്ട് വിചാരിക്കുക. അത് 160 ആകാതെ ഒരു സാധനം കഴിക്കാം. പച്ചവെള്ളം കുടിക്കേണ്ടി വരും. അതിനിപ്പോ ഒരു മനുഷ്യന് സാധിക്കൂലല്ലോ. പച്ചവെള്ളം കുടിച്ചവാണെങ്കിൽ നമുക്കതിന് കൂടൂല എന്ന് വിചാരിക്കാം. വേറെ എന്ത് ചെന്നാട് ഈ പ്രമേഹ രോഗികൾക്ക് എന്ത് തന്നെ അങ്ങോട്ട് ചെന്നാലും അങ്ങോട്ട് കൂടും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അങ്ങനത്തെ അതൊന്നും കൂടാത്ത, അതായത് ഇപ്പൊ ഒരു 150-160 ലെവലിൽ നിൽക്കുന്ന ആള് ഒരു കുറച്ചെങ്കിലും ഭക്ഷണം കഴിച്ചാല്, അത് ഇന്ന ഭക്ഷണം കഴിച്ചാല് ആ 160 170 ആവുള്ളൂ എന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമദ് ഫൈസി എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ എനിക്കത് ഇവിടെ ഈ റൂമിലുള്ള എല്ലാവരേക്കാളും വലിയൊരു ഉപകാരം എനിക്കതുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഉണ്ടാവൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നല്ലൊരു പിന്നെ നാളെ നല്ലൊരു ചർച്ച ഉണ്ടാവും ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ബഹുമാനപ്പെട്ട സമദ് ഫൈസി ആ വിഷയത്തിൽ നല്ലൊന്ന് കരുതിയിട്ട് തന്നെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പല സംശയങ്ങളും നാളെ കൊണ്ട് തീരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. സമദ് ഫൈസി ഉസ്താദ് നമ്മളെ 2 ഉസ്താദ്മാര് നാളെ നേരത്തെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ടായിരുന്നു നമ്മളെ ക്ലാസ് റൂമിലേക്ക്. എനിക്ക് സമദ് ഫൈസി ഉസ്താദിന്റെ കൂടെ ഞാൻ വളരെയധികം ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നുട്ടാ. വെറും പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ടൊന്നും നമ്മളെ അസുഖം മാറില്ല. അത് ഞാൻ സമദ് ഫൈസി ഉസ്താദിന്റെ കൂടെ ഞാൻ എപ്പോഴും നിൽക്കുന്നെങ്കിൽ എനിക്കിപ്പോ 40 വയസ്സായി. ഉസ്താദ്മാര് കേൾക്കാൻ വേണ്ടിയിട്ട് 40 വയസ്സായി. ഇന്ന് വരെ അൽഹംദുലില്ലാഹ് ഞാൻ ഇപ്പൊ അടുത്തായിട്ട് തന്നെ 2-3 പ്രാവശ്യം ഞാൻ വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാനെല്ലാം മീഡിയായിട്ട് കഴിക്കണം. പഞ്ചസാര ഇല്ലാണ്ട് എനിക്ക് ചായ കുടിക്കാൻ പറ്റില്ല. പഞ്ചസാര ഓവറായാലോ എനിക്കതും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് കഴിച്ചാൽ അത് ഒരു ഇതുവരെ നമുക്കെല്ലാം തടുക്കാൻ പറ്റും. എനിക്ക് ഷുഗർ ഞാൻ 2-3 പ്രാവശ്യം പരിശോധിച്ചിട്ടും എനിക്ക് ഷുഗർ ഒരു 85-90 അടുത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കൂറിന് ഉസ്താദിന് വേണ്ടി തന്നെ മൈക്കൂറിന്. അസ്സലാമു അലൈക്കും.
വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് പിന്നെ ബിസ്മില്ലാഹി എന്ന ഐഡിയിലാണ് നമ്മുടെ ഉസ്താദിന്. പിന്നെ ഒരുപാട് ഉസ്താദിന്റെ പിന്നെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് നാളെ വിഷയമായിട്ട് കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ തയ്യാറാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെയുണ്ടല്ലോ, അല്ല അതാണ് അതിന്റെ രസം, അങ്ങനെയാണ് അതിന്റെ രസം. അത് എനിക്ക് ആ ശൈലി ഇഷ്ടപ്പെട്ടുപോയി. അപ്പോ പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി പങ്കുവെക്കും. പിന്നെ ഓത്തും പാട്ടും ഒന്നും പറ്റൂല എന്നാ മൂപ്പര് പറയണത്, എല്ലാം പറ്റും. പിന്നെ മരുന്ന് പറഞ്ഞു കൊടുക്കാന്നാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ആലോചിക്കുക, ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ പറ്റിയൊക്കെ ആലോചിച്ച് നോക്കാം. ഏതായാലും നാളെ ഇൻഷാ അല്ലാഹ് ഏതായാലും നാളെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയ ഒരു 10 മിനിറ്റ് സംസാരിക്കണം. അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് 2:30 അവിടെ 3:30 മലക്കറ്റ് ബാങ്ക് കൊടുക്കും, 3:50 ഇൻഷാ അല്ലാഹ്. ഏതായാലും നല്ലൊരു പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്കറിയാത്ത പല കാര്യങ്ങളിലേക്കുള്ള സൂചനകൾ, പിന്നെ അറിയാവുന്ന പല കാര്യങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകൾ, അതിനാവട്ടെ നാളത്തെ രാത്രിക്കത്തെ 1 മണിക്ക് ശേഷമുള്ള സമയം അതിനാവട്ടെ എന്ന് ഞാൻ